പിന്നെ അത് പോട്ടെ, വാഷിംഗ്. ഇവര് വീട്ടിലൊന്നും നനയ്ക്കാൻ കുളിക്കൊന്നുമില്ലേ? ഇതിന്റെ ചിലവായിരിക്കുന്ന ലോണ്ടറി ബില്ലെന്ന് പറയുന്നത് ഓരോരുത്തരും ഇവിടെ 40 ദിവസം കൊണ്ട് ഓരോരുത്തർ ഒരു പെയർ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് സാരി, അവനവന്റെ ഭാര്യയുടെ സാരിയൊക്കെ മേനോ സാറിന്റെ ചെലവിലാണ് വാഷ് ചെയ്തിരിക്കുന്നത്. ഖാദറിന്റെ റൂമില് വാഷിങ്ങിന് എന്താ ഇത്രയും സാരി ഇവിടുന്ന്? സാരി, പെറ്റിക്കോട്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ഹോട്ടലിലെ ചെലവില്, മേനോ സാറിന്റെ ചെലവില്. ഇതൊക്കെ ആരാ? ഇതൊക്കെ ഈ ഷൂട്ടിങ് നമുക്ക് വർക്ക് ചെയ്യുന്നവരുടെ കാണാൻ വന്ന 1-2 പേരെ, കുറച്ച് പേര്. കാണാൻ വന്നവരുടെ റിലേറ്റീവ്സ്. ഇവർക്ക് എന്തിനാ ചായ കൊടുത്തത്? നമ്മൾ കുടിക്കുന്ന സമയത്ത് അവരോട് ഇരിക്കുമ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. മേനോ സാറിന്റെ അമ്മായിയും കുഞ്ഞമ്മയൊന്നും അല്ലല്ലോ. കാരണം അവരെല്ലാരും അങ്ങ് സൽക്കരിക്കുക. ഇതാണ് കോസ്റ്റ് കൂടുന്നത്. പറഞ്ഞു ഈ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ ഇപ്പൊ വണ്ടി വിടണ്ടെന്ന് വരെ പറഞ്ഞു വരുമല്ലോ. വിളിക്കാൻ വണ്ടി, ഒരു വണ്ടിയിൽ നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ വണ്ടിയാണ് വിടുന്നത്. അതിന്റെ ആവശ്യമില്ല. 4 പേര് ഒരു ഹോട്ടലിൽ താമസിക്കുന്നത്, 4 പേർക്ക് ഒരു വണ്ടി മതി. ഇത് 4 വണ്ടിയല്ലേ വിടുന്നത്? സാറേ 4 അടുത്താണ് അവർ താമസിക്കുന്നത്. എന്നിട്ട് 4 അടുത്ത് താമസിക്കുന്നത്, ഒരു ഹോട്ടലിൽ താമസിച്ചാൽ മതി. അത് എല്ലാവരുടെ റൂം കിട്ടുമല്ലോ അല്ലേ? റൂം കിട്ടും. അല്ല, നമ്മുടെ ഓരോ ഗ്രേഡ് അനുസരിച്ച് നായകനൊരു റൂം, നായിക്കൊരു റൂം. എന്തിനാ വ്യത്യാസം? മേനോ സാറ് പറയാൻ വെച്ചാൽ എല്ലാവരും തുല്യ പരിഗണന കൊടുക്കണം. നായകന് കുമ്പുണ്ടോ? അപ്പൊ നാളെ ഡോർമെറ്ററി എടുത്ത് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. എല്ലാവർക്കും കൂടെ. ഈ 2 നടികൾ തമ്മിൽ അങ്ങനെ ഇപ്പോൾ ഒരു റൂമിൽ താമസിക്കത്തില്ല. ഒരു റൂമിൽ താമസിക്കണ്ട, 2 റൂം കൊടുത്തോളൂ. പക്ഷെ ഒരു ഹോട്ടലിൽ തന്നെ താമസിപ്പിക്കണം. എന്നാൽ പോലും അവർ തമ്മിൽ ചേരുമെന്ന് തോന്നുന്നില്ല. അത് ഇവിടെ വരുമ്പോൾ നമ്മുടെ വർക്കിനെ ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലേ. അവർക്ക് എന്തൊരു പ്രശ്നമുള്ള നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ബഹളമാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റ് ആണ്. എങ്കിലേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ മേനോ സാറിനെ ഇപ്പൊ തന്നെ വിളിച്ച് എന്ത് കോംപ്രമൈസ് നിങ്ങൾ തയ്യാറാ സാർ? സത്യം കോസ്റ്റ് കുറയ്ക്കോ? അപ്പൊ അതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള വലിയ എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് 27 ലക്ഷം രൂപ. പീറ്റർ ഹെയ്നിന്റെ അസിസ്റ്റന്റിനെ കൊണ്ടാണ് നിങ്ങൾ സംഘടന സംവിധാനം സ്റ്റണ്ട് അല്ലേ? ഈ 27 ലക്ഷം രൂപ മുടക്കാൻ പറ്റൂല. ഞാൻ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുമ്പോ അവിടെ ഈ അടിപിടി നടത്തുന്നത്, പിടിച്ചു മാറ്റുന്നത് നമ്മുടെ വിക്രമൻ എന്ന് പറഞ്ഞിടത്തുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് 6 മാസത്തിലൊരിക്കൽ ജയിലിൽ പോയിട്ട് ഇങ്ങനെ വരും. സ്റ്റണ്ട് മാസ്റ്ററാണോ? അവൻ സ്റ്റണ്ട് മാസ്റ്ററാണെന്ന് വെച്ചാൽ സ്റ്റണ്ട് മാസ്റ്റർ ചെയ്യുന്നതെല്ലാം അവൻ ചെയ്യും. അവൻ അടി കൊടുക്കും, അടി വാങ്ങിക്കും, പിടിച്ചു മാറ്റും. അതല്ലേ സ്റ്റണ്ട് ഡയറക്ടർ ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? വിക്രമൻ അവൻ പരവലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവനെ നമുക്ക് സ്റ്റണ്ട് ഡയറക്ടർ. ഉത്സവപ്പറമ്പല്ലോ, ലൊക്കേഷനിൽ നമ്മൾ ഉത്സവപ്പറമ്പാണെന്ന് അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ അടിച്ചോളും. അപ്പൊ അതിന്റെ സെറ്റ് ഇടണോ? ഉത്സവപ്പറമ്പിന്റെ സെറ്റ്? അതൊന്നും വേണ്ട, സെറ്റൊന്നും വേണ്ട. അവന്റെ അടുത്ത് ഉത്സവപ്പറമ്പ് പോലെയാണ് വിക്രമ, നീ നിരത്തിയെന്ന് പറഞ്ഞാൽ അവൻ നിരത്തും. അത് എത്ര കോസ്റ്റ് ആവും? അത് ഒരു 4000-5000 രൂപ മാക്സിമം. അവന്റെ കൂടെ ഒരു 5 പേരുണ്ടാവും. അവരെല്ലാരും കൂടെ 1000 രൂപ വെച്ച് കൊടുക്കുക. ഇല്ല, നമ്മൾ പറയുന്നവരെ മാത്രമേ അടിക്കുള്ളൂ. നിങ്ങൾ ആരും അടിക്കണമെന്ന് ഞാൻ അടിച്ചിട്ടില്ല. വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. വേറെ ഇത് മതി. ഇതിനേക്കാളും വിക്രമനെക്കാളും കുറഞ്ഞ കാശുള്ള ആരെങ്കിലും കിട്ടുമോ? അയ്യോ, വിക്രം മതി, അത് മാറ്റല്ലേ? മ്യൂസിക്കിന്റെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ഒരു അളിയൻ കുറച്ച് കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അവൻ തന്നെ പാട്ട് പാടി അന്നൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവൻ പാട്ട് പാടിയിട്ടുണ്ട്. അവന്റെ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ പാട്ടുകള് നമ്മൾ ഈ ആൽബമായിട്ട് ഇറക്കാൻ നോക്കിയിട്ട് ഒട്ടും ചെലവായില്ല. എല്ലായിടത്തും എല്ലാ കടയിലും കൊണ്ടുവച്ചു, പക്ഷെ ഓരോയിടത്തും ചെലവാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എടേ നീ വിഷമിക്കണ്ട, നമ്മുടെ മേനോ സാറിന്റെ പടത്തിൽ ഈ പാട്ടെല്ലാം എടുക്കാം. വേറെ കൊണ്ട് പറയല്ല, അവന് റെക്കോർഡിങ്ങിന്റെ ചാർജ് മാത്രം കൊടുക്കാം. നമ്മൾ തേക്കുന്നതിന് വേഷ തേക്കണമല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ, അപ്പൊ പാട്ട് അതൊക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ആലോചിച്ച് നോക്ക്. ആ പരിസരത്തിന് അളിയന്മാരോ ഇതിപ്പോ പടം നടക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിപ്പോ കുറച്ച് എന്നെ കളിയാക്കുന്നുണ്ടോ? പശ്ചാത്തല മ്യൂസിക്കും ഇദ്ദേഹം തന്നെ കൊടുത്താൽ പശ്ചാത്തല മ്യൂസിക്കും കൊടുക്കാം. ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്. പാട്ട് സീനും കാര്യങ്ങളും ഉള്ള ഈ വസ്ത്രം, അതിന് ഇവിടെ ഇട്ടിരിക്കുന്ന ബില്ല് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അത് ഞാൻ പറയണമെന്ന് വെച്ചിരുന്നാൽ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്റെ പൊന്ന് സാറേ, വസ്ത്രം വേണ്ടെന്ന് മാത്രം പറയരുത്. ആ രീതിയിൽ സംസാരിക്കണം. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരനെ പ്രത്യേകം അറിയാലോ.
കണ്ണൂരുകാരുടെ പ്രത്യേകത അറിയാലോ. സോറി സാർ ക്ഷമിക്കണം. നീ ആരെങ്കിലും സംസാരിക്കണ്ട. മുജേ സാർ നമുക്ക് ഞാൻ കണ്ണൂരുകാരനാണ്, അറിയാലോ. സാർ നമുക്ക് കുറച്ച് ഇവിടെ ഇരിക്കാം പ്ലീസ്. സാർ ഇരിക്കണം സാർ. സാർ ഇരിക്കണം പ്ലീസ്. സാർ സാർ റിലാക്സ് റെസ്റ്റ് ചെയ്യണം പ്ലീസ്. ഭയങ്കര ഡീറ്റെയിൽ അതിനകത്ത് വെച്ചിട്ടുണ്ട്. സാർ ഇരിക്കും പ്ലീസ്. ഇരിക്കും. സാർ സാർ ഇരിക്കണം. സുഖാണല്ലോ കാതര. ഇത് നായിക, അടുത്തിരിക്കുന്നത് സഹനടി. സഹനടി എന്ന് പറഞ്ഞാല് എന്തും സഹിക്കുന്ന നടി. ഇവര് വെളുത്താണല്ലോ ഇരിക്കുന്നത്. പിന്നെ എന്തിനാ മേക്കപ്പിന് 18 അസിസ്റ്റന്റുമാര്? അത് സാർ, ഈ 18 അസിസ്റ്റന്റുമാരും രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വെളുത്തിരിക്കുന്നത്. ഓഹോ, ശരി. അപ്പോ ജ്യൂസൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ജ്യൂസോ? എനിക്കിവിടെ ഉപ്പിട്ട നാരങ്ങ വെള്ളം പോലും സമയത്തിന് കിട്ടാറില്ല. എന്താ സാർ ഇത്? ഇടയ്ക്ക് ഹോട്ടലിൽ വെള്ളമില്ലാതാകുമ്പോ മിനറൽ വാട്ടറൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ശരിയല്ലേ? സാർ ഇത് എന്താ പറയുന്നത്? വെള്ളമില്ലാത്ത സമയത്ത് അപ്പുറത്തെ അമ്പലക്കുളത്തിൽ പോയാൽ ഞങ്ങൾ കുളിക്കുന്നത്. അമ്പലക്കുളത്തില്ല? അതെ. ഓക്കെ. പിന്നെ ജോയ് ഇന്റർനാഷണൽ ഹോട്ടലല്ലേ താമസം? അത് കറക്റ്റാ അല്ലേ? എന്ത്? ഞങ്ങളിവിടെ അടുത്തുള്ള ആശാ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ആശാ ലോഡ്ജാ? അതെ സാറേ, റൂം നമ്പർ 8 ഞങ്ങൾ 3 പേരൂടി ഒരു കട്ടിലാ സാറേ കിടക്കുന്നത്. അത് ഈ ഒരുമ ഉണ്ടായതുകൊണ്ട് അവർ 3 പേരും കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഭയങ്കര കൊതുകടിയുമാണ് സാറേ, ഭയങ്കര കൊതുകടിയുമാണ്. ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഞങ്ങൾക്ക്. കൊതുകടിയാ? പിന്നെ അത് തിരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? അതെ. 18 മേക്കപ്പ് അസിസ്റ്റന്റുമാരെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൂടുതലല്ലേ? 18? സാർ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മേക്കപ്പ് സാധനം വെച്ചിട്ട് ഒരുങ്ങുന്നേ. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു മേക്കപ്പ് അസിസ്റ്റന്റിന് തരൂ സാർ, ഒരാളെയും. അപ്പൊ ഒരു മേക്കപ്പ് അസിസ്റ്റന്റും ഇല്ല? ഇല്ലാന്നേ. ഇവിടെ ആശാ ലോഡ്ജിൽ താമസം, വെള്ളമില്ലാത്തപ്പം അമ്പലക്കുളത്തിൽ നിന്ന് കുളി, ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് പോലും ഇല്ല. അപ്പൊ എന്നാ എല്ലാം സാർ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ മടക്കത്താണ്ട സാർ. ഇനിയിപ്പം തിന്നിട്ട് കാര്യമില്ല. നിനക്കൊക്കെ ഉള്ള സത്യമെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ സമാധാനമായല്ലോ. ഇനി വീട്ടിൽ പോയി പഴയപോലെ കഞ്ഞിയും പാറും പഴങ്കഞ്ഞിയും തിന്നാ മതി. സത്യമല്ലേ സാറേ ഞങ്ങൾ പറഞ്ഞ ഡയറി? ഇണ്ടിപ്പോരുത് സാറേ. വിശാലൻ സാറിന് സമാധാനമായല്ലോ. സാർ ഒരു കാര്യം ചെയ്യും, മേനോൻ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞേക്ക്. ക്യാൻസൽ ചെയ്തോ? തൃപ്തിയായി. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്ത്? മേനോൻ സാർ അറിയാതെ മേനോൻ സാറിന്റെ ചെലവ് ഞങ്ങൾ 2 ആഴ്ച ടൂറിന് പോയായിരുന്നു. അത് ശരി. ഇനി വിളിച്ചു നോക്കുന്നു. പറ, എല്ലാം അറിയട്ടെ. അതുകൂടെ ചെന്ന് പറ മേനോൻ സാർ എടുക്കാൻ. പറ, ഷൂട്ടിങ് നടത്തി നോക്കിട്ട്. ഞങ്ങളുടെ കഞ്ഞി പാറിയിട്ടപ്പോ വിശാലൻ സാറിന് സമാധാനമായല്ലോ. ഞങ്ങൾ കുറച്ചുള്ള ജീവിതം വയ്യാധാരമായല്ലോ. പറഞ്ഞോട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചു. ആര് പറഞ്ഞു ഷൂട്ടിംഗ് നിർത്തി വെക്കുന്നത്? സാറല്ലേ പറഞ്ഞപ്പോ. ഈ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റൂ. ഏത് വിധേന ഈ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിന് സാറിന് ഇത്ര നിർബന്ധം? എനിക്ക് നിർബന്ധമുണ്ട്. ഈ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോയി ഇതിൽ നിന്ന് മിച്ചം പിടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വേണം എന്റെ 2 പെൺമക്കളെ എനിക്ക് കെട്ടിച്ചു വിടാൻ. സാർ നമ്മുടെ ആളാണ്. എല്ലാം നമ്മൾ കളിച്ചു പൊളിക്കാം.